എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റോട് കൂടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റിക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു തവണ ഉണ്ടാക്കിയാൽ ഇത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇഫ്താറിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നല്ല ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അതിട്ടെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് പിച്ചെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 200 ഗ്രാം അളവിൽ മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. ചിക്കൻ ഈ എണ്ണയിലിട്ട് നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. ചെറുതായിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അത് ഇട്ടെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്യാപ്സിക്കം ഉള്ളിയൊന്നും ഇതിൽ കിടന്നിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട. നമ്മളിതിൽ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കുറച്ച് ഉപ്പുള്ളതാണ്. പിന്നെ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അധികം നേരം അടുപ്പത്തിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിംഗ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പാലാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് മൈദ എടുത്തിച്ചാൽ ആ കണക്കിനനുസരിച്ചാണ് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തത്. അതുകൊണ്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ഇളക്കി മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. പാലൊഴിച്ച് മിക്സാക്കി എടുത്തപ്പോഴും കുറച്ച് കട്ടിയിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കാട്ടി ഒന്നും കൂടി ലൂസായി കിട്ടണം. അതിനായിട്ട് ആ പാലൊഴിച്ച് അതേ കപ്പ് തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതേ ഒരു അളവിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കട്ടിയിൽ കിട്ടിയാൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ടെടുക്കുന്നത്. എരിവ് നല്ല വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. പാൻ നല്ലോണം ചൂടായതിന് ശേഷം ഒരു തവി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒന്ന് ചുറ്റിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ആ ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ദോശയുടെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ചെടുക്കണം. ഇതേ രീതിയിലല്ല, ഇത് മറിച്ചിട്ടിട്ട് ഇതിന് മുകളിലായിട്ടാണ് നമുക്ക് ഫില്ലിംഗ് വെച്ചെടുക്കേണ്ടത്. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിംഗ് വെച്ചെടുക്കാം. ഇതേപോലെ 2 സൈഡിൽ നിന്നും മടക്കിയെടുക്കുക. ഇനി മുകളിലേക്ക് റോളാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. മറിച്ചിട്ടെടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഫില്ലിംഗ് വെച്ചെടുക്കുക.
റോൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ മടക്കിയെടുക്കാൻ പറ്റും. ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മൈദയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. അതായത് ചൂടോട് കൂടിയാകുമ്പോൾ നല്ല ഒട്ടി വരും. ഇനി നമുക്ക് ഇത് ഓരോന്നും കുറഞ്ഞ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അധികം എണ്ണ ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാൻ പറ്റും. ഫ്രൈ ചെയ്തെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ വെന്ത് കിട്ടിയതാണ്. അടിഭാഗം മൊരിഞ്ഞു വന്നാൽ ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടിഭാഗം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. രണ്ട് ഭാഗം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിലെ ഫില്ലിങ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാനായിട്ടും നോമ്പുതുറയുടെ സമയത്ത് കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്